മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്താ പറയാം? ഞാൻ നിങ്ങൾക്ക് സുന്നി പ്രസിദ്ധീകരണത്തിൽ ഈ വിഷയത്തിൽ സുന്നികൾ എന്താ പറയുന്നത്? റസൂൽ സാധാരണക്കാരനാണോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് സുന്നികളുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ നബിയെ പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. 18-ാം അധ്യായം 110-ാമത്തെ വചനം ഖുർആനിന്റെ വിവരണം പേജ് 3-ാം വോള്യം 1914 1915. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതേ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് വഹിയുണ്ട് എന്നത് നമ്മളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നു. ഇത് അമാന മൗലവിയുടെ പരിഭാഷയിലുണ്ട്. ഇത് ശിഹാബുദ്ദീൻ ബിച്ചിക്കോയ തങ്ങളുടെ അൽ ബയാൻ ഫീ മആനിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ 407-ാമത്തെ പേജിലുമുണ്ട്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനി വ്യാഖ്യാന കുറിപ്പുകളിൽ നോക്കണേ, നിങ്ങൾ നോക്കും. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഫതുൽ അലീം 2-ാം വാള്യം 648 പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഈ അർത്ഥത്തിലല്ലാതെ നബിയുടെ ഒരു യോഗ്യത. ഇനി മാത്രമല്ല, നബി മനുഷ്യനാണ് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ നബീന്റെ ചര്യ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നവരാരാ? മുജാഹിദുകൾ. നബീന്റെ ചര്യ ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നവരാരാ? നിങ്ങൾ, ഈ പറയുന്ന നിങ്ങൾ അല്ലേ? നബിയുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമുള്ളത്? ഒന്നും എടുക്കുന്നത് പോലും ഷാഫി ഇമാം എടുത്തല്ലേ? ഹനഫി ഞങ്ങളോ? എടാ നീ എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദർത്ത പോലെ മുജാഹിദുകളുടെ മറുപടി, നീ എങ്ങനെ ഒന്നെടുക്കുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അപ്പൊ നിങ്ങൾക്ക് ഷാഫി റസൂലുള്ളാഹി എന്ന് പറഞ്ഞോളി. നിങ്ങൾക്ക് എന്ത് ബന്ധ മുഹമ്മദ് നബിയായിട്ട്? മുഹമ്മദ് നബിയെ ധിക്കരിച്ച് മുഹമ്മദ് നബി ഒരു വലിയ ഘടകാന്ന് പറയാൻ നിങ്ങൾക്കുള്ള പൂതി എന്തറിയോ? അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയണോ നബീനെ പോലെ തന്നെയാണ് നമ്മൾ ഔലിയാക്കളും. അതുകൊണ്ട് എന്തെങ്കിലും തന്നോടി. അതിനു വേണ്ടി വെളുപ്പാക്കിയതാ. ഞങ്ങൾ അതിനു വേണ്ടിയല്ല. ഞങ്ങൾ റസൂലിനുള്ളത് പോലെ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നത് മുഴുവൻ എന്തിനാ? അത് വിറ്റ് പൈസയാക്കാനാണ്. നബീന്റെ മാത്രം പറയുന്നത് എന്തിനാ? നിങ്ങൾ ചിന്തിക്കുക. അടുത്ത കേട്ടോ, ഇവരെ പരിപാടി ഓരോന്നും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞത് മനുഷ്യസഹജമായ സ്വഭാവ ഗുണങ്ങൾ എനിക്കുമുണ്ടെന്ന അർത്ഥത്തിലാണ്. ഭക്ഷിക്കുക, കുടിക്കുക, തെരുവിലിറങ്ങുക, നടക്കുക, ഉറങ്ങുക, വിവാഹം ചെയ്യുക, സന്താനോത്പാദനം നടത്തുക മുതലാവുക എന്നിലും ഉണ്ടാകും. ഞാനൊരു മലക്കല്ല, ഞാനൊരു മനുഷ്യനാണ്. ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മുജാഹിദുകൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉദ്ധരണിന്റെ അപ്പുറം ഒന്ന് കേൾപ്പിക്കും. നിങ്ങൾ പറഞ്ഞല്ലാത്ത ഞങ്ങളും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പരിഭാഷ തീർന്നില്ല. ഇനി കേട്ടോ. പ്രകൃതിയാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. സുന്നി പരിഭാഷ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ. ഇപ്പങ്ങനത്തെ ഒരു കാര്യം കൂടെ കേട്ടോ, അതും പറഞ്ഞുതരാം. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ എന്നിട്ട് ഒരാളില്ല. പേരോട് ആദ്യമായിട്ട് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കൊപ്പത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു സഖാഫി എനിക്ക് എഴുതി കൊണ്ടത് അങ്ങനെ ഒരാളില്ല. ഇവരെല്ലാവരെയും നിഷേധിച്ചു. നാളെ കാന്തപുരം എന്ന് പറഞ്ഞ ഒരാളില്ല എന്ന് ഇവർ പറയൂട്ടോ. അതായത് ഇവർക്ക് തെളിവ് എതിരായാൽ ഇവരെന്തും പറയും. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ എന്നിട്ട് ഒരാളില്ല. ഇവർ എഴുതി തന്നതാ കൊപ്പത്ത്. അവിടെ ഉസങ്കടിയിൽ വാദപരിവാർ നടന്നപ്പോ പേരോട് പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ ഞങ്ങൾ ആരാ? മഖ്ദൂമി ആരാ? SSFന്റെ ആരാ? കണ്ടോ, ഇവർക്കെതിരാകുന്ന തോന്നിയവരെല്ലാവരെയും നിഷേധിച്ചു. ഇപ്പൊ കഴിഞ്ഞ സ്ത്രീ ജമാഅത്ത് ജുമയിൽ ഇവരുടെ ഒരു വലിയ പണ്ഡിതനുണ്ട്. സദഖത്തുള്ള ആരാ? ആ പുസ്തകം തോട്ടിലേക്ക് എറിയുന്നു. അനീഫ് കായ്ക്കോട് ഒറ്റ ആ പുസ്തകം. ഇവരുടെ ഏറ്റവും വലിയ നേതാവ് സദഖത്തുള്ളയെ പറ്റി ഉദ്ധരിച്ചപ്പോൾ ഇവരോട് സദഖത്തുള്ള ആരാ? ഇവര് അടുത്ത നബി ഞങ്ങൾക്ക് ആരാ? നിങ്ങൾ ചോദിക്കും. APC ചോദിക്കും. ഓട്ടോറിക്ഷ പറ്റിയിരിക്കുന്നു, മഴ പെയ്യുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? ദുനിയാവിലൊക്കെ പറയാൻ കഴിയും. സത്യ നിങ്ങൾ അവസ്ഥ പ്രവചനാതീതം. നിങ്ങളൊന്നുമായി സത്യം. നിങ്ങളെ ആ നിലക്കുള്ളവരാണ് നിങ്ങളെ നയിക്കുന്നത്. വല്ലാത്തൊരു വേദന ഉണ്ട്. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ പറയാ, കേട്ടോളി. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. തീർന്നില്ല. അടുത്ത വചനത്തോട് മനുഷ്യ പ്രകൃതിയിൽ
മറ്റു മനുഷ്യന്മാരെ പോലെയാണ് നബി തങ്ങളും. തന്നിമിത്തം ഉണ്ണുക, ഉറങ്ങുക, മലമൂത്ര വിസർജനം ചെയ്യുക, വിവാഹം നടത്തുക മുതലായ മനുഷ്യ സഹജമായ എല്ലാം ഉണ്ടാവും. ഇതേ ഞങ്ങൾ പറഞ്ഞു. ഇതിലപ്പുറം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തെളിയിക്കില്ല. നിങ്ങൾ പറയാത്ത നിങ്ങൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് റസൂലിനെ കുറിച്ച്. അത് പറയാൻ ഇവിടെ സമയമില്ല. പക്ഷേ ഇനി ഇതിൽ നിങ്ങളൊരു ഗ്രന്ഥത്തിൽ നിന്ന് കൂടി ഉദ്ധരിച്ചു തരാം. നിങ്ങളുടെ ഒരു ഗ്രന്ഥത്തിൽ നിന്നും കൂടി ഉദ്ധരിച്ചു തരാം. കേട്ടോളൂ. വിശ്വാസത്തിന്റെ മുഖങ്ങൾ പൈസയും മോങ്ങം എഴുതിയത് ശ്രദ്ധിച്ചോളൂ, ശരിക്കും കേട്ടോളൂ. പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്, സാധാരണ മനുഷ്യനെ പോലെ. എങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് സാധാരണ മനുഷ്യരെ പോലെ. അപ്പൊ ഞങ്ങൾ സാധാരണ എന്ന മലയാള പദം എന്തിനുപയോഗിക്കുന്നു? കേട്ടോ, പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരാണ്, സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ഭാര്യാഭർത്തൃബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണ് അവർ. ചിന്തിക്കും. ഇതിൽ കവിഞ്ഞ് മുജാഹിദുകൾ എന്ത് പറഞ്ഞു? ഇത് പറയുന്ന സുന്നികൾക്ക് അത് പറയാം, മുജാഹിദുകൾക്ക് അത് പറഞ്ഞ ജനങ്ങളെ പൊട്ടീസാക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കും. മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചാലേ ഞങ്ങളത് കേൾക്കാതിരുന്നാലേ നിങ്ങൾ ഉസ്താദുമാർക്ക് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് വിഷയം, അതാണ് ബേസ്, അതാണ് ഇതിന്റെ ഒക്കെ ഒരു ബേസ്. 5 ലക്ഷത്തിൽ ഒരു ചെക്ക് ഒരു ഉസ്താദിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. ഉസ്താദെ 5 ലക്ഷം തരും. ഉസ്താദ് പറയും ഹദ്ദാദ് റാത്തിബും വിദ്യത്തല്ലേ. ഉസ്താദ് 5 ലക്ഷം തരൂ. നബിമാരിലുള്ള വിശ്വാസം. ഇനി കേട്ടോ, പാഠം 2. ഏറ്റവും നല്ലവരെ മാത്രം അവർ തിരഞ്ഞെടുക്കുകയും നോക്കണം. ഏറ്റവും നല്ലവരെ അവർ തിരഞ്ഞെടുക്കുകയും അവർക്ക് അല്ലാഹുവിന്റെ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ പാപത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. അവരെല്ലാവരും വളരെ സത്യവാന്മാരാണ്, സൽസ്വഭാവികളും നിഷ്കളങ്കരുമാണ്. അതുകൊണ്ട് നബിമാരെല്ലാം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. മുജാഹിദ് വിഭാഗം പറയുന്നത് ഇതേ കാര്യം തന്നെ സംശയാക്കാരിച്ച് പറയും അല്ലേ. എന്നിട്ടും ഞങ്ങൾ കുരിശിലേറ്റപ്പെടുകയാണ്.